നമസ്കാരം, ലാനീസ് എഡിഫൈയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം എടുക്കാൻ പോകുന്ന ടോപ്പിക് +1 ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമായി സെക്കൻഡ് ലെസണിൽ വരുന്ന പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗമാണ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കവർ ചെയ്തതാണ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? ഒരു ആൾ മാത്രം നടത്തുന്ന ബിസിനസ്സിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ ഏകാംഗ വ്യാപാരം. ഇത്തരം വ്യാപാരികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ വ്യാപാരിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ക്യാപിറ്റലിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ആ വ്യാപാരിക്ക് ബിസിനസ്സിൻ്റെ ലാഭത്തിൽ മുഴുവൻ ലാഭവും ആ വ്യാപാരിക്ക് ഏറ്റെടുക്കാവുന്നതാണ്. പക്ഷേ നഷ്ടം വന്നാൽ അതും ആ വ്യാപാരി തന്നെ സഹിക്കേണ്ടതാണ്. അപ്പോൾ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ലയബിലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ, ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ആ വ്യാപാരി തന്നെ മൊത്തമായിട്ട് കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു വ്യക്തി മാത്രമാണ് ആ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. ഇത്തരം ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു ബിസിനസ് ടൈപ്സ് ഓഫ് ബിസിനസ്സാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? എന്താണ് പാർട്ട്ണർഷിപ്പ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ് സംരംഭത്തെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. A partnership is a business which can be taken by 2 or more persons or which can be done by 2 or more persons. ഈ 2 or more persons അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ എന്ന് നാം പറഞ്ഞു. ഈ വ്യക്തികളെ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പാർട്ട്നേഴ്സ് എന്നാണ് നാം വിളിക്കുന്നത്. These persons are called partners. And ഈ വ്യക്തികൾ നടത്തുന്ന ബിസിനസ് സംരംഭത്തെ മൊത്തമായിട്ട് നാം ഫേം എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ഫേം എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന വ്യാപാരത്തെ, ബിസിനസ്സിനെ നാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നു. ഈ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. ഈ പാർട്ട്നേഴ്സ് നടത്തുന്ന ആ ബിസിനസ് സംരംഭത്തെ മുഴുവനായി നാം ഫേം എന്ന് പറയുന്നു. ഇനി ഇതിന്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പിന് ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ഈ ആക്ടിന്റെ സെക്ഷൻ 4 അനുസരിച്ചിട്ട് പാർട്ട്ണർഷിപ്പിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. എന്താണ്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 is the relationship between persons who have agreed to share the profits of a business carried on by all or any of them acting for all. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. വ്യക്തികൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ്. എങ്ങനെയുള്ള ബന്ധം? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have, അവരെന്ത് ചെയ്യുന്നു? who have agreed to share the profits of a business. ആ പരസ്പര ബന്ധത്തിലൂടെ അവരൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ആ എഗ്രിമെന്റിൽ അവർ പറയുന്നത് എന്താണ്? they share the profits of a business. ബിസിനസ്സിൽ അവർ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിലൂടെ കിട്ടുന്ന ലാഭം അവർ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യാം. ഇനി who have agreed to share the profits of a business. ഇനി ആ ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത്? carried on by all or any of them acting for all. carried on by all or any of them acting for all. ഈ ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ 2, 3, 4 പേര് ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ 4 പേരും എല്ലാ ദിവസവും ഈ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരികയും അവർ 4 പേരും ചേർന്ന് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാ ദിവസവും അവർ വരുന്നു, സ്ഥാപനത്തിൽ വരുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരെല്ലാവരും കൂടി ചേർന്ന് നോക്കുന്നു. അതാണ് ക്യാരിഡ് ഓൺ ബൈ ഓൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ അതർവൈസ്
any of them acting for all. ഈ 4 പേരിൽ ഒരാൾ മാത്രമായിരിക്കും ഫ്രീ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 3 പേരും മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിലോ എന്തെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ 4 പേർക്ക് കൂടി വേണ്ടി ഒരാളായിരിക്കും ആ ബിസിനസ്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇങ്ങനെയുള്ള ബിസിനസ് സംരംഭത്തെയാണ് നാം എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ആ നിർവചനത്തിലേക്ക് ഒന്നും കൂടെ നമുക്ക് പോകാം. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? According to Indian Partnership Act 1932, Section 4, it is a relationship between persons who have agreed to share the profits of a business carried on by all or any of them acting for all. ഇനി ഈ നിർവചനം നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീനിങ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്കിലും നിർവചനം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ അക്കാഡമിക് കരിയറിൽ ഇത് എല്ലാം ആവശ്യമായിട്ട് വരും. ഓക്കെ, അടുത്തതായി ഞാൻ പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചർ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർമേഷൻ ആണ്. ഫോർമേഷൻ, രൂപീകരണം. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം നമുക്ക് എങ്ങനെ രൂപീകരിക്കാം? 1932 ആക്ട് പ്രകാരമാണ്, 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. എങ്കിൽ കൂടിയും ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രജിസ്റ്റർ ചെയ്യാതെയും നമുക്കൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രൂപീകരിക്കാം. അതായത് അതിലൊരൊറ്റ കാര്യം മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ, എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസ്. അതായത് വ്യക്തികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രൂപീകരിക്കാം. ഈ എഗ്രിമെന്റ് വാക്കാലുള്ള എഗ്രിമെന്റ് ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള എഴുതി തയ്യാറാക്കിയതോ അല്ലെങ്കിൽ വാക്കാലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലോ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രൂപീകരിക്കാവുന്നതാണ്. അടുത്തതായി പറയുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്നാൽ എന്താണ്? ബാധ്യത. അതായത് നമ്മൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അത് ആര് ഏറ്റെടുക്കും, ആര് ആ ബാധ്യത കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് പാർട്ട്നേഴ്സിന്റെ ബാധ്യത, ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി? നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി? ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എത്ര തന്നെ ബാധ്യത സ്ഥാപനത്തിനുണ്ടായാലും അത് മുഴുവൻ കൊടുത്തു തീർക്കാനുള്ള ഉത്തരവാദിത്തം ആ ഫേമില്, ആ പാർട്ട്നേഴ്സിന് മൊത്തമായിട്ടും അല്ലെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകൾ വിറ്റിട്ടായാൽ കൂടി ആ സ്ഥാപനത്തിന്റെ ബാധ്യത കൊടുത്തു തീർക്കാൻ ഓരോ പാർട്ട്നേഴ്സും ലയബിൾ ആണ്. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അടുത്തതായിട്ട് പറയുന്നത് റിസ്ക് ടേക്കിംഗ് ആണ്. റിസ്ക് ഏറ്റെടുക്കുന്നത് എത്രമാത്രം, എങ്ങനെയാണ് എന്നുള്ളതാണ്. റിസ്ക് എന്നത് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലെ? നഷ്ടം വരാനുള്ള സാധ്യത. അപ്പൊ ആ നഷ്ടം വരാനുള്ള സാധ്യതയെ പാർട്ട്നേഴ്സ് എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നാണ്. പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് അനുസരിച്ച് നാം പറയുന്നത് പാർട്ട്നേഴ്സിന് ലാഭമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവരുടെ റേഷ്യോ അനുസരിച്ചിട്ടോ ഈക്വൽ ആയിട്ടോ എങ്ങനെയായാലും അവരുടെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്തെടുക്കും. അതേപോലെ തന്നെയാണ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്തെടുക്കണം? ആ നഷ്ടത്തെ ഷെയർ ചെയ്ത് അവര് എടുക്കണം. അപ്പൊ ലാഭമായാലും നഷ്ടമായാലും അവരുടെ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഷെയർ ചെയ്തെടുക്കണം. അതാണ് റിസ്ക് ടേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിനെ ആര് കൺട്രോൾ ചെയ്യും, അതിന്റെ തീരുമാനങ്ങൾ ആര് ഏറ്റെടുക്കും. നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എഗ്രിമെന്റിലൂടെയാണ് അവർ ബിസിനസ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ പരസ്പര ധാരണയിൽ അവരുടെ മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരം തന്നെയായിരിക്കും ആര് തീരുമാനങ്ങൾ എടുക്കണം, ആര് കൺട്രോൾ ചെയ്യണം ബിസിനസിനെ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും എന്താണ് ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെ ആയിരിക്കും. അപ്പൊ മ്യൂച്വൽ കൺസെന്റോട് കൂടി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ എഗ്രിമെന്റോട് കൂടിയാണ് ഇവർ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്.
അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെമ്പർഷിപ്പ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങുന്നതിന് എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 അതിലധികമോ വ്യക്തികൾ ഉണ്ടെങ്കിൽ സ്ഥാപനം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മിനിമം നമ്പേഴ്സ് നമുക്ക് ഉറപ്പിക്കാം. എത്രയാണ്? 2 persons. മിനിമം 2 persons. മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസിന്റെ കാര്യത്തിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ഒരു ബാങ്കിംഗ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് 10. അതല്ല ബാങ്കിംഗ് ബിസിനസ് അല്ലാതെയുള്ള മറ്റേതെങ്കിലും ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് 20 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഏത് ബിസിനസ്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും അതിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 2 ആയിരിക്കും. മാക്സിമം ഇൻ കേസ് ഓഫ് 10 in case of banking business and 20 in case of other business. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂറ്റി എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പഠിച്ചു കണ്ടിന്യൂറ്റി എങ്ങനെയാണ്, വളരെ ലെസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അത് തുടർന്നുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ കാരണം ഒരാളാണ് നടത്തുന്നത്, അയാൾക്ക് മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിച്ചാലോ അയാൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ബാധ്യതകൾ വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ബിസിനസ് സ്റ്റോപ്പായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തില്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പില്. അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പിലും. ഒരു പാർട്ട്ണർക്ക്, ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് മരണം സംഭവിക്കുകയോ അയാള് പാപ്പരായി പോവുകയോ അയാൾക്ക് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ആ അവസ്ഥയാണ് പാപ്പരത്വം എന്ന് പറയുന്നത്. പാപ്പരായി പോവുകയോ കോടതി അയാളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ പോയിന്റ് എന്താണെന്ന്. അപ്പൊ പാപ്പരായി പോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡിസീസ് വന്നു പിന്നീട് അയാൾക്ക് അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് സംഭവിച്ചാൽ തന്നെയും ആ പാർട്ട്ണർഷിപ്പ് അവിടെ സ്റ്റോപ്പായി പോകും. മനസ്സിലായല്ലോ? ആ പാർട്ട്ണർഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആയി പോകും. അപ്പൊ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, കണ്ടിന്യൂറ്റിയും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ എന്താണ്, കണ്ടിന്യൂറ്റിക്കുള്ള സാധ്യത ഇവിടെ വളരെ കുറവാണ്. എന്തിലും പാർട്ട്ണർഷിപ്പ് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് സംഭവിക്കുന്ന അത്യാഹിതം മൂലം പാർട്ട്ണർഷിപ്പ് നിന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ് മ്യൂച്വൽ ഏജൻസി. അടുത്ത പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതയാണ് മ്യൂച്വൽ ഏജൻസി. എന്താണ് മ്യൂച്വൽ ഏജൻസി? അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏജന്റ് ആയിരിക്കും. എന്താണ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഏജൻസി അല്ലെങ്കിൽ ഏജന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പാർട്ട്ണർഷിപ്പും ഈ ഏജൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? പാർട്ട്ണർഷിപ്പിന്റെ നിർവചനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. carried on by all ഒന്നില്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ any of them acting for all, ഒരാള് മറ്റെല്ലാവർക്കും വേണ്ടി ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ഏജൻസി, മ്യൂച്വൽ ഏജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരാള് മറ്റൊരാളുടെ ഏജന്റ് ആയിരിക്കും, ഒരാളായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു തീമിനെയാണ് നമ്മളിവിടെ ഏജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പഠിച്ചതുപോലെ തന്നെ സെയിം പോയിന്റ് ആണ്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്താണ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? ബിസിനസ് നടത്തുന്ന വ്യക്തികളും തമ്മിൽ യാതൊരു ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള വേർതിരിവും ഇല്ല. ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും ഒന്ന് തന്നെയാണ്. ഇതാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ പഠിക്കും. അപ്പോഴാണ് ഇതിൻ്റെ എന്താണ് ഈ ബിസിനസ്സും അതിൻ്റെ വ്യക്തികളും അത് നടത്തുന്നവരും തമ്മിൽ എന്താണ് സെപ്പറേഷൻ എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ അപ്പോൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ബിസിനസ്സും അത് നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികളും ഒന്ന് തന്നെയാണ്. അത് അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം നിയമപരമായിട്ട് യാതൊരു വേർതിരിവുമില്ല. അതാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് ബിസിനസ്സിന് എന്ത് തന്നെ
പേഴ്സണൽ ആയിട്ടുള്ള അസറ്റ് വിറ്റിട്ടാണെങ്കിൽ കൂടി ആ ബാധ്യത തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. ഇതാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണ് എങ്കിൽ എനിക്ക് ആ ബിസിനസ്സിലുള്ള ചില ചുമതലകളും അധികാരങ്ങളും മറ്റുമുണ്ട്. അതിനെയാണ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആ ബിസിനസ്സിലുള്ള ഇൻട്രസ്റ്റ്, അത് ഞാൻ ഒരിക്കലും മറ്റു പാർട്ട്നേഴ്സിൻ്റെ സമ്മതമില്ലാതെ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടില്ല. ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട്നേഴ്സ് അല്ലാത്ത മറ്റൊരാൾക്ക്, പുറമേയുള്ള ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യാം എങ്ങനെ? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി ട്രാൻസ്ഫർ ചെയ്യാം. സമ്മതമില്ലാതെ ഔട്ട്സൈഡർ ആയിട്ടുള്ള, ബിസിനസ്സിന് പുറമേ ഉള്ള ഒരു വ്യക്തിക്ക് എനിക്ക് ആ ബിസിനസ്സിലുള്ള ഇൻട്രസ്റ്റ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല. ഇത്രയുമാണ് പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്? ഒന്ന് നമുക്ക് റീകോൾ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് പോയിന്റ്സ്? ഫസ്റ്റ് പോയിന്റ്, ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഫോർമേഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ്, ലയബിലിറ്റി. തേർഡ് പോയിന്റ്, റിസ്ക് ടേക്കിംഗ്. ഫോർത്ത് പോയിന്റ് എന്താണ് പഠിച്ചത്? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, മെമ്പർഷിപ്പ്. Then sixth point, continuity of business. Then seventh point, no separate legal entity. And eighth point, transfer of interest. And the ninth point is mutual agency. Points shuffle ചെയ്താണ്, കുഴപ്പമില്ല. ഓർഡറിൽ, ഈ ഓർഡറിൽ പഠിച്ചാലും മതിയാവും. ഏത് ഓർഡറിൽ എഴുതിയാലും മതി. നിങ്ങൾക്ക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ആണ്. അത് രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വളരെ എളുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത്? വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു എഗ്രിമെൻറ്റിലൂടെ നമുക്ക് രൂപീകരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ലീഗൽ ഫോർമാലിറ്റീസ് വി ക്യാൻ ക്രിയേറ്റ് എ പാർട്ട്ണർഷിപ്പ് ഫേം ത്രൂ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഈ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ എഗ്രിമെൻറ്റ് ആവാം, ഓറൽ എഗ്രിമെൻറ്റ് ആവാം. റിട്ടേൺ എഗ്രിമെൻറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് റിട്ടേൺ എഗ്രിമെൻറ്റ് ആണെങ്കിൽ അതിനെ നാം പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. അപ്പോൾ റിട്ടേൺ എഗ്രിമെൻറ്റിലൂടെയോ ഓറൽ എഗ്രിമെൻറ്റിലൂടെയോ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് ആണ് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്താണ് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്? തീരുമാനമെടുക്കുന്നത് ബാലൻസ് ചെയ്ത് തീരുമാനമെടുക്കാം. അതായത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തി മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ വ്യക്തിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് അങ്ങനെയല്ല. ഇവിടെ രണ്ടോ അതിലധികമോ വ്യക്തികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, അവരുടെ കടമകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുകയും അവർ ആ ഒരു രീതിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ് ബാലൻസ്ഡ് ആയിട്ട് ആ പാർട്ട്ണർഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഡ്യൂട്ടീസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ അനുയോജ്യമായിരിക്കും. എന്തിനാ? ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അനുയോജ്യമായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മോർ ഫണ്ട്സ്. മോർ ഫണ്ട്സ്, കൂടുതൽ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്ങനെ കൂടുതൽ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും? ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്,
ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായിട്ടാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ഫണ്ട് പാർട്ട്ണർഷിപ്പിൽ സമാഹരിക്കാൻ സാധിക്കും. എങ്ങനെ? ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് സമാഹരിക്കാൻ പറ്റുന്ന പണം അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ അവരുടെ കൈകളിലുള്ള പണം കൂടാതെ അവർക്ക് പേഴ്സണലായിട്ട് സമാഹരിക്കാൻ പറ്റുന്ന പണത്തിൻ്റെ അളവും കൂടുതലായിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് ഇതിൽ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ വികസനത്തിനും മറ്റും ആ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മോർ ഫണ്ട്സ് ആണ് പാർട്ട്ണർഷിപ്പിൻ്റെ അടുത്ത അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മോർ ഫണ്ട്സ്. അടുത്ത പോയിന്റ് ഷെയറിംഗ് ഓഫ് റിസ്ക് ആണ്. റിസ്ക് ഷെയറിംഗ്. എത്ര പേർക്ക് റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും? എത്ര പാർട്ട്നേഴ്സ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ അത്രയും പേര് ആ റിസ്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രോഫിറ്റ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നഷ്ടം വന്നാൽ അത് ഷെയർ ചെയ്യുന്നതും എല്ലാവരും ഈക്വലായിട്ട് തന്നെ ആയിരിക്കും. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് സീക്രസിയാണ്. അതായത് ഞാൻ പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതിന് പ്രത്യേക ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ ലീഗലി രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഓറൽ എഗ്രിമെന്റ് പ്രകാരവും നമുക്ക് പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ടു പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കത് പബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ കമ്പനിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അവരുടെ അക്കൗണ്ട്സുകളെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് അറിയുന്നതിന് വേണ്ടി വർഷാവർഷം അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യകതയൊക്കെയുണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സീക്രറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ട്സും അതിൻ്റെ ലാഭനഷ്ട കണക്കുകളെല്ലാം നമുക്ക് സീക്രറ്റായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അതൊരിക്കലും പബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് പോയിന്റ്സ്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ദെൻ ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ മോർ ഫണ്ട്സ് നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും, പിന്നെ എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് പോലെ അറിയാൻ സാധിക്കും, നമുക്കൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ്? ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷങ്ങൾ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് ഞാൻ ഫീച്ചേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എന്ത് തന്നെ ബാധ്യത ഉണ്ടായാലും അത് പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റ് വിറ്റിട്ടായാലും തീർക്കാൻ നിർബന്ധിതരാണ്. ഇതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അവരുടെ ലയബിലിറ്റി എന്ന് പറയും, ലയബിലിറ്റി കൊടുത്ത് തീർക്കാനുള്ള ആ ഒരു കാര്യം, അതിന് ലിമിറ്റേഷൻസ് ഇല്ല. എത്ര തന്നെ ലയബിലിറ്റി ഉണ്ടെങ്കിലും അതിന് പാർട്ട്നേഴ്സ് ഉത്തരവാദികളായിരിക്കും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അഡ്വാൻറ്റേജസിൽ പറഞ്ഞു റിസോഴ്സസ് മോർ ഫണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടുതൽ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്? ആസ് കമ്പയർഡ് ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജസിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് കുറവാണ് എന്ന് പറയുന്നുണ്ട്. റിസോഴ്സസ് കുറവായിരിക്കും. എന്താണ് റിസോഴ്സസ് കുറവായിരിക്കും എന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസിന് ഒരു ലിമിറ്റ് പറയുന്നുണ്ട് അല്ലേ? 10 in case of banking and 20 in case of other business എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ ഈ 10 പേർക്ക് കൂടി എത്ര കൊണ്ടുവരാൻ പറ്റുമോ അത്രയും റിസോഴ്സസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ കൂടുതൽ റിസോഴ്സസ് വേണമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ മറ്റേതെങ്കിലും ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ 20 പേഴ്സൺസിന് കൊണ്ടുവരാൻ പറ്റുന്ന റിസോഴ്സസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന റിസോഴ്സസിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അടുത്തത് പറയുന്നത് ഒരു കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകാനുള്ള, തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അറിയാം, ഒന്നിൽ 2 പേരിൽ കൂടുതൽ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവിടെ തർക്കങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ആണ്. എന്താണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞതാണ്. അത് ഒരു ദോഷമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ട്നേഴ്സിന് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും നിശ്ചിതമല്ലാത്ത എന്തെങ്കിലും കാര്യം, അതായത് മരണമോ
അയാൾക്ക് അസുഖം വരുന്നതോ അയാൾക്ക് എന്തെങ്കിലും ബാധ്യത വരുന്നതോ അയാൾ പാപ്പരാകുന്നതോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണം മൂലം നമുക്ക് ഒരാൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ ആ പാർട്ട്ണർഷിപ്പ് ഫോം മൊത്തമായിട്ട് നിർത്തേണ്ടതായിട്ട് വരും. പിന്നീട് പുതിയ പാർട്ട്ണർഷിപ്പ് ഫോം സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അതാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട്ണർഷിപ്പിന് നിയമപരമായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിയെ പോലെ പാർട്ട്ണർഷിപ്പിന് നിയമപരമായിട്ട് അത് നിർബന്ധമില്ല അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്ന്. അപ്പോൾ പബ്ലിഷേഴ്സിന് ഒരു പബ്ലിക്കിന് ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും അത് അറിയാനായിട്ട് സാധിക്കില്ല. അത് വലിയൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഇവർ ഒരിക്കലും അത് പബ്ലിഷ് ചെയ്യുമില്ല. അതിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ഏതെങ്കിലും പബ്ലിക് ഉണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ്, എത്ര ലാഭം ഉണ്ടാക്കുന്നു, എത്ര ആസ്തിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും തന്നെ അവർക്ക് അറിവ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അടുത്തത് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ്, അതായത് ഒരു പാർട്ട്ണർക്ക് ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള അധികാരത്തെയും അവകാശത്തെയുമാണ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതമില്ലാതെ പുറമേയുള്ള വ്യക്തികൾക്ക്, ഇപ്പോൾ എനിക്ക് എൻ്റെ മകനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ മകളെ പാർട്ട്ണറാക്കണം എന്ന് മറ്റുള്ളവർ പാർട്ട്നേഴ്സിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതും പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? അൺലിമിറ്റഡ് ലയബിലിറ്റി. പിന്നെ എന്താ പറഞ്ഞത്? ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അതേപോലെ നമുക്കൊരു കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാനുള്ള, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ പബ്ലിക്കിന് കാര്യങ്ങൾ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് നമുക്കൊരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റിയും ഉണ്ടായിരിക്കും. ഇത്രയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇന്നെടുത്തത് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും തീർച്ചയായിട്ടും കാണണം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.